ഒരു സിക്കിൾ സെൽ കാരിയർ ആയിട്ടുള്ള മെയില് ഒരു സിക്കിൾ സെൽ കാരിയർ ആയിട്ടുള്ള ഫീമെയിലിനെ മാരേജ് ചെയ്തു. നമ്മൾ പറഞ്ഞു പാരൻസ് രണ്ടുപേരും പാർട്ട്നേഴ്സ് രണ്ടുപേരും കാരിയർ ആണെങ്കിൽ എന്തൊക്കെ സംഭവിക്കാം. സോ ഒരു സിക്കിൾ സെൽ കാരിയർ ആയിട്ടുള്ള മെയില് സിക്കിൾ സെൽ കാരിയർ ആയിട്ടുള്ള ഫീമെയിലിനെ ഹെട്രോസൈഗസ് കണ്ടീഷനാണ് കാരിയർ എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ആ കാരിയേഴ്സ് മെയിലും ഫീമെയിലും കാരിയേഴ്സ് മാരേജ് ചെയ്തു. അപ്പോൾ അവരുടെ ജീനോ ടൈപ്പ് ഇങ്ങനെയാണ്. ഹെട്രോസൈഗസ് ഡോമിനൻറ്റും റെസിസീവ് HbA/HbS ഒരു ഡോമിനൻറ്റ് നോർമൽ ഹീമോഗ്ലോബിനും അതുപോലെ സിക്കിൾ സെല്ലിന് കാരണക്കാരായ റെസിസീവും ഡോമിനൻറ്റ് റെസിസീവ്. ഇതാണ് അവരുടെ ജീനോ ടൈപ്പ്. ഇനി അവരെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഗാമറ്റുകളായിട്ട് എടുത്തെഴുതാം. ഇൻഡിവിജ്വൽ AS അതുപോലെ AS. ഇനി ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ ഈ ഗാമറ്റുകൾ തമ്മിൽ ഫെർട്ടിലൈസ് ചെയ്തിട്ട് എന്തൊക്കെ പോസിബിലിറ്റിയാണ് ഓഫ്സ്പ്രിങ്സിലുണ്ടെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ കേസ് നോക്കിയേ. ഹീമോഗ്ലോബിൻ A ഈ നോർമൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ജീനും അതുപോലെ അച്ഛനിലത്തെയും അമ്മയിലത്തെ ഡോമിനൻറ്റും രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് HbA/HbA. അപ്പോൾ എന്താണ് ഡിസീസ് ഫ്രീ അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു നോർമൽ ഹീമോഗ്ലോബിൻ ഒരു ഡിസീസും ഇല്ലാത്ത ഒരു നോർമൽ ഹീമോഗ്ലോബിനുള്ള ഒരു ഓഫ്സ്പ്രിങ്സ് ഉണ്ടായി. രണ്ടിൻ്റെയും ഡോമിനൻ്റ് അലീലുകൾ കൂടിച്ചേർന്ന് അല്ലെങ്കിൽ ഡോമിനൻ്റ് ഗാമറ്റുകൾ ഫെർട്ടിലൈസ് ചെയ്തപ്പോൾ അടുത്ത സാധ്യത അച്ഛൻ്റെ HbA എന്ന് പറഞ്ഞ ആ ഡോമിനൻ്റ് ജീനും അമ്മയുടെ അടുത്ത് S എന്ന് പറഞ്ഞ റെസിസീവ് അലീലും കിട്ടി. സോ HbA/HbS. അപ്പോൾ എന്തായിട്ട് മാറി? ഇതേപോലെ കാരിയറായിട്ട് മാറി കാരിയർ. അതുപോലെ അടുത്ത സാധ്യത ഇതുപോലെ തന്നെ HbS-ഉം HbA ഈ പറഞ്ഞ സെക്കൻഡ് ഇതും അമ്മയുടെ അടുത്ത് Aയും. സോ എന്താണ് HbA/HbS വീണ്ടും അതെന്താണ് കാരിയറാണ്. സോ രണ്ട് കാരിയർ ഉണ്ട്. അടുത്ത സാധ്യത ഈ റെസിസീവ് അലീലുകളാണ് ഒരുമിച്ച് വരാനുള്ള സാധ്യത HbS-ഉം ഈ HbS-ഉം. അപ്പോൾ ഓരോ ഗാമറ്റുകളും നമ്മൾ കമ്പൈൻ ചെയ്യും. ഈ HbS-ഉം കമ്പൈൻ ചെയ്തപ്പോൾ നോക്കി HbS/HbS റെസിസീവ് ഫോമിൽ വന്നു. റെസിസീവ് ഫോമിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സിക്കിൾ സെൽ അനീമിയ. അതായത് അവർക്ക് ഓക്സിജൻ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല, അനീമിയ ഉണ്ടാവും. അത് വളരെ പെട്ടെന്ന് തന്നെ ഏർലി ഡെത്ത് തന്നെ സംഭവിക്കും. സോ അത് മരിക്കുന്നു. അപ്പോൾ അങ്ങനെ റെസിസീവ് കണ്ടീഷനിൽ വന്ന ആൾക്ക് മാത്രമേ എന്ത് സംഭവിച്ചുള്ളൂ? ഡിസീസ് വന്നുള്ളൂ. ഈ ഡോമിനൻ്റ് കണ്ടീഷനിൽ വന്നപ്പോൾ അത് നോർമലായി ഡിസീസ് ഫ്രീ ആയിട്ട് മാറി അല്ലെങ്കിൽ നോർമൽ ഹീമോഗ്ലോബിനായി. അതേസമയം ഒരു ഡോമിനൻറ്റും റെസിസീവ് കോമ്പിനേഷനിൽ വന്നപ്പോൾ രണ്ട് കാരിയേഴ്സ് വന്നു. റെസിസീവ് ഫോമിൽ മാത്രം വന്നപ്പോൾ അത് ഡിസീസ്ഡ് ആയിട്ട്. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഉണ്ടായ ഓഫ്സ്പ്രിങ്ങിൽ നോർമലി നമ്മൾക്ക് പറയുന്ന ഓഫ്സ്പ്രിങ്സിൽ മെൻ്റലിൻ്റെ ഇതിലൊക്കെ റേഷ്യോ പറയുന്നത് 3:1 റേഷ്യോ ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റേഷ്യോ. ഓർമ്മയില്ല 3 ടോള് 1 ഡോർഫ്. സോ 3:1 എക്സ്പെക്റ്റഡ് റേഷ്യോ ആണ് നമുക്കിവിടെ കിട്ടിയത്. നോക്കിയേ, ഒരു ഡിസീസ് ഫ്രീ, 2 കാരിയർ, അതുപോലെ ഒരാൾ മരിക്കുന്നു. അപ്പോൾ ആ ഡിസീസിനുള്ള പോസിബിലിറ്റി വന്ന് 2:1 റേഷ്യോ ആണുള്ളൂ. ഓഫ്സ്പ്രിങ്സിൽ ഈ ഡിസീസ് നോർമലാണ്. ഡിസീസിനുള്ള സാധ്യത 2 കാരിയറും അതുപോലെ ഒരാൾ മരിക്കുന്നു. സോ 2:1 റേഷ്യോയിലാണ് കിട്ടുന്നത്. 1 2 കാരിയർ. സോ 3 ടോള് 1 ഡോർഫിന് പകരം ഇവിടെ എക്സ്പെക്റ്റഡ് 3:1 റേഷ്യോന് പകരം ഏത് കിട്ടിയ ഓഫ്സ്പ്രിങ് 2:1 ആണ് ഇവിടെയുള്ള ഓഫ്സ്പ്രിങ്സിലെ ആ റേഷ്യോ. ഇനി ഈ HbS/HbS എന്ന് പറഞ്ഞ റെസിസീവ് ഫോമിൽ വന്നപ്പോൾ മാത്രമാണ് സിക്കിൾ സെൽ എന്ന് പറഞ്ഞ ട്രേറ്റ്. സോ 3 ജീനോടൈപ്പിൽ നമ്മളിപ്പോൾ പറഞ്ഞ ഒന്ന് നോർമലാണ്. അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ 4 ഒരെണ്ണം നോർമലാണ്. ഔട്ട് ഓഫ് ദ 3 ജീനോടൈപ്പിൽ ഒരെണ്ണം മാത്രം HbS/HbS റെസിസീവ് കണ്ടീഷനിൽ വന്നപ്പോൾ മാത്രമാണ് ഈ സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞ ഡിസീസ് വന്നത്. അതും ഹോമോസൈഗസ് അതുപോലെ ഹോമോസൈഗസ് മാത്രമല്ല റെസിസീവ് അലീൽ വന്നു. ഡോമിനൻ്റ് ഹോമോസൈഗസ് റെസിസീവ് അലീൽ വന്നപ്പോഴാണ് ഇത് ഡിസീസ്ഡ് ആയത്. ഡിസീസ്ഡ് ഫിനോടൈപ്പ് ആവാൻ കാരണം എങ്ങനെയാണ്? ഹോമോസൈഗസ് ആയിരുന്നു, അതുപോലെ റെസിസീവുമായിരുന്നു. അതേസമയം നമ്മുടെ HbA/HbS ഇവരെന്തായിരുന്നു? ഹെട്രോസൈഗസ് കണ്ടീഷനിലാണുള്ളത്. ഈ ഹെട്രോസൈഗസ് കണ്ടീഷനിലുള്ളവർക്ക് ജസ്റ്റ് കാരിയറായിട്ട് ആക്ട് ചെയ്യാണ്. അവർക്ക് ഡിസീസിൽ അൺഎഫക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. സോ ഇവിടെയും ഇതാണ് കാരിയറാണ്, ഡിസീസിൽ അൺഎഫക്റ്റഡ്. ബട്ട് 50% ഈ പറഞ്ഞ 2 കാരിയേഴ്സ് മാരി ചെയ്തപ്പോൾ അതിൽ 50% എന്താണ്? വീണ്ടും കാരിയേഴ്സാണ് വന്നത്. സോ 50% അൺഎഫക്റ്റഡ് ആയിട്ട് നമുക്ക് അപ്പാരൻ്റ്ലി തോന്നിയാലും 50% അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഉണ്ട് ഈ പറഞ്ഞ ഡിസീസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മ്യൂട്ടൻ്റ് ആയിട്ടുള്ള ഈ അലീലിനെ ഈ ജീനിനെ പ്രോജനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സാധ്യത എത്രയുണ്ട്? 50%. ഈ പ്രോജനിയുടെ 50%ഉം കാരിയേഴ്സാണ്. സോ
ഹെട്രോസൈഗസ് കണ്ടീഷനിലുള്ള ഈ കാരിയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രോബബിലിറ്റി വരുന്നത് അവരുടെ മ്യൂട്ടൻ്റ് ആയിട്ടുള്ള ജീനിനെ പ്രോജനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സാധ്യത 50% ഉണ്ട്. സോ അതാണ് സിക്കിൾ സെൽ ട്രേറ്റിൻ്റെ പ്രത്യേകത. സോ സിക്കിൾ സെൽ അനീമിയയിൽ 2 സിക്കിൾ സെൽ കാരിയേഴ്സ് മാരി ചെയ്താൽ മാത്രമേ അവിടെ ഒരു ഹോമോസൈഗസ് റെസസീവ് കണ്ടീഷനിൽ സിക്കിൾ സെൽ അനീമിയ ഡിസീസ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ബാക്കി 50% എന്നതിനുള്ള സാധ്യത മ്യൂട്ടൻ്റ് അലീലിനെ പ്രോജനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അങ്ങനെ സിക്കിൾ സെൽ ട്രേറ്റ് എക്സ്പ്രസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 50% ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണത്. ഇങ്ങനെയാണ് സിക്കിൾ സെൽ അനീമിയ ഉണ്ടാവുന്നത്.